നാളെയാണ് എന്നുള്ളൊരു സിനിമ റിലീസ്. അതുകൊണ്ട് ഒരുപാട് ഞാൻ ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടു, ദിലീപിൻ്റെ സിനിമ കാണുന്നില്ല, അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ലാന്നൊക്കെ തെളിയിച്ചുള്ളൊരു കേസാണ്. അതുകൊണ്ട് ഈ ദിലീപിനെ പറഞ്ഞ് നിങ്ങളായിരിക്കും സിനിമയ്ക്ക് പോകാതിരിക്കട്ടെ. മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്, ബാക്കി ഒരുപാട് കലാകാരന്മാരും ആക്ടർമാരും ഒരുപാട് ആൾക്കാർ അഭിനയിച്ചുള്ള സിനിമയാണ്. പക്ഷേ എനിക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു, എനിക്ക് പോയില്ല, ദുബായിൽ കുറച്ച് ബിസിനസ് തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നടൻ്റെ മാത്രമല്ല, അതിലുള്ള സംവിധായകന്മാരും ഡയറക്ടറും അസിസ്റ്റൻറ്റ് ഡയറക്ടറും കൺട്രോളറും ഈ ചോറ് കൊണ്ടുവരുന്നവനും പത്രം പിടിക്കുന്നവനും ലൈറ്റിനവനും ക്യാമറമാനും അങ്ങനെ ഒരുപാട് 500 ആൾക്കാർ അധ്വാനമാണ് ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക്. അത് ഈ ദിലീപിൻ്റെ പേര് പറഞ്ഞ് മാത്രം നിങ്ങൾ പോകാതിരിക്കുന്നതൊക്കെ ഒരു മലയാളികൾക്ക് ചേർന്നതൊന്നല്ല. അതുകൊണ്ട് ദിലീപിൻ്റെ കേസ് എന്തായാലും ഒരു ദിവസം ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അല്ലെങ്കിലും ഒരു സമൂഹത്തിന് തെളിയും. അതുകൊണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ദിലീപ് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനല്ല. അതുകൊണ്ട് ഈ ബബ്ബ എന്നുള്ളൊരു സിനിമ അത് നിങ്ങളുണ്ടല്ലോ, ഈ ദിലീപിൻ്റെ പേര് കണ്ടിട്ട് സിനിമ കാണാതിരിക്കരുത്. സിനിമ എന്ന് പറയുമ്പോൾ നല്ലൊരു സിനിമയാണ്, ട്രെയിലറൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി പൊളപ്പം സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കട്ടെ. എൻ്റെ മലയാളി സുഹൃത്തുക്കളടുത്ത് പറയാം, ഞാൻ ഒരുപാട് അധ്വാനമാണ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ളൊരു ഫീൽഡാണ് സിനിമ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, ഒരുപാട് സിനിമയാണ്. ഞാനൊരു ദിവസം ഒരു ജൂനിയർ ആക്ടറായിട്ട് ചെറിയൊരു വേഷം കിട്ടിച്ചാകുമ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് പറ്റാത്ത കൊണ്ട് ഞാൻ അവസാനം കരഞ്ഞു വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ദിലീപിൻ്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിനിമയ്ക്ക് ഒരു വർഷം വരെ അവർ അധ്വാനിച്ച് അവസാനം ഉണ്ടാക്കുന്നതാണ് സിനിമ. എന്നിട്ട് എൻ്റെ റെക്കോർഡിങ് ഇത് കാര്യങ്ങളായിട്ട് തിയേറ്ററിക്ക് വിറ്റെടുക്കുന്നത് ഒരുപാട് പണിയുള്ള സിനിമയാണ്. ഒരുപാട് ആൾക്കാർ അത്രയ്ക്കും വലിയൊരു അധ്വാനമാണ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും കാണും, ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിവ്യൂ ഒക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. കഥ പറയുന്നൊന്നുമല്ല, പക്ഷെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിനിമ കാണാം. ഫസ്റ്റ് ഷോക്ക് കാണുന്നവർ ഫസ്റ്റ് ഷോ കാണും, തിയേറ്റർ കിട്ടാത്തവർ സെക്കൻഡ് ഷോ കാണാം, വീണ്ടും കിട്ടാത്തവർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് നല്ല അടിപൊളി സിനിമയാണ്, നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ്. നല്ല റിവ്യൂ ഒക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു സംഭവം. നല്ല ഡയറക്ടറാണ്, നല്ല പ്രൊഡ്യൂസർ ചെയ്താലും കുഴപ്പമില്ല, പണം മുടിക്കാൻ പോലെ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ മലയാളി സുഹൃത്തുക്കൾ, തമിഴന്മാരായാലും ശരി, ഹിന്ദിക്കാരും ശരി, കർണാടകക്കാരായാലും ശരി, ഏകദേശം മലയാള സിനിമ കാണുന്ന ആൾക്കാർ കുറേ അറബികളൊക്കെ ഈ തിയേറ്ററിലൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷുകാരൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ വേർഡ് ഇങ്ങനെ വരില്ല ടക്കടക്കാൻ, അത് അതിനെ ബാധിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. മലയാള സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളം നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയും പോലെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി സിനിമയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുമെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളടുത്ത്, മലയാളികളടുത്ത് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. എന്നാൽ നന്ദി, നമസ്കാരം.